ജീവാംശം ആരോഗ്യവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എലിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല ഭാഗത്തും എലിപ്പനി വന്നിട്ട് മരണമടയുന്നവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ വയലുകളിൽ ധാരാളം നെൽവിത്തുകൾ പാടങ്ങളിൽ കിടക്കുമ്പോൾ ധാരാളം ഫലഭാഗത്തായിട്ട് എലികൾ വന്ന് അത് ഭക്ഷിക്കുകയും അതിൻ്റെ വിസർജ്യം അവിടെ ഇടുകയും അങ്ങനെ അതിൻ്റെ പോവുകയും ചെയ്യും. ആ വിസർജ്യത്തിൽ കൂടിയാണ് ഈ രോഗാണുബാധ ആ ജലാംശത്തിൽ വ്യാപകമായി പടർന്ന് വരുന്നു. ആ സമയത്ത് ഉഴുതു കഴിഞ്ഞതിന് ശേഷം വയലിൽ പൂട്ടി വീണ്ടും കൃഷി ഇറക്കുന്ന സമയത്ത് നമ്മളുടെ ജോലി ചെയ്യുന്നവരുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായാൽ മതി. ആ മുറിവിൽ കൂടി ഈ അണുബാധ ശരീരത്തിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്നു. ആ സമയത്ത് അവരറിയുന്നില്ലെങ്കിൽ പോലും ഇത് സെറിബ്രലത്തിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. സെറിബ്രൽ വന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിഭയങ്കരമായ തലവേദനയും ശരീരവേദനയും നൊമ്പരവും ഉണ്ടായി, ഛർദിലും ഉണ്ടായി, ഒരു വല്ലാത്ത ക്ഷീണാവസ്ഥ വരുമ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ കൂടി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെറിബ്രൽ CSF വഴി ടെസ്റ്റിൽ കൂടെയാണ് ഈ രോഗാണു എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അപ്പോഴത്തെ സമയം വളരെയധികം അതിക്രമിച്ച് കഴിയുന്നു. അങ്ങനെ എലിപ്പനിയുടെ എലിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ രോഗമാണെന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം അതിക്രമിക്കുകയും എലിപ്പനി മുഖാന്തരം മരണപ്പെടുകയും ചെയ്യുകയാണ്. അതിന് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ കാലിൽ മുറിവുള്ളവർ ഒരു കാരണവശാലും മുറിവിൽ കൂടി രോഗാണുക്കൾ വരാതിരിക്കാൻ വേണ്ടി ബൂട്ട് ഉപയോഗിക്കുകയോ കാലിൽ നല്ല ഷോക്സ് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേണം വയലുകളിലും വയൽപ്പാടങ്ങളിലും കൃഷിക്ക് ഇറങ്ങേണ്ടത്. ഒരു കാരണവശാലും ആ വെള്ളം നമ്മുടെ കാലിൽ കൂടി ആ ഏത് സമയത്തും കാലിൽ മുറിവ് ഉണ്ടാകാം. അപ്പോൾ ആ മുറിവിൽ കൂടി അണുബാധ ഉണ്ടാകാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അങ്ങനെ വേണം നമ്മൾ കൃഷിപ്പാടങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, പൂട്ടുന്നവർക്ക് ചുമ്മാ വെറുതെ പോയി വയലിൽ പൂട്ടാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെയല്ല വേണ്ടുന്നത്. മുട്ട് വരെയുള്ള ബൂട്ട് ധരിച്ച് റബ്ബർ ബൂട്ട് ഇട്ടിട്ട് മാത്രമേ നമ്മൾ വയലുകളിൽ ഇറങ്ങാവൂ. പൂട്ടുന്ന സമയത്തൊക്കെ മുറിവ് കാലിലുണ്ട്, ഈ സമയത്ത് ഉണ്ടാകാം. ഈ അണുബാധ ആ വയൽ ഏരിയകളിൽ കാണപ്പെടുന്നു. അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വയലുകളിൽ ശ്രദ്ധിച്ചു വേണം പോയി. എലിപ്പനി ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. ധാരാളം വയലുകളിൽ വിത്ത് കിടക്കുന്ന സമയത്ത് എലികൾ വന്ന് ഈ വിത്ത് തിന്നുന്നതിന് വേണ്ടി പാടങ്ങളിൽ വന്ന് ഇറങ്ങി വിത്ത് കഴിക്കുക, അത് വിസർജിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിസർജ്യം ആ വെള്ളത്തിൽ കൂടെ കിടന്ന് വ്യാപകമായി പടർന്ന് പിടിക്കുന്നു. അത് കൃഷി ചെയ്ത് ശേഷം അത് കൊയ്ത് മെതിക്കുന്ന സമയത്ത് പാടം ഈ കലപ്പ വെച്ച് അടിച്ച് ലെവൽ ചെയ്യുന്ന സമയത്താണ് ഈ അണുബാധ നമ്മുടെ കാലിൽ പ്രവേശിക്കുകയും എലിപ്പനി എന്ന രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുകയും ചെയ്യും. സെറിബ്രൽ ഫ്ലൂയിഡ് CSF വഴി മാത്രമേ, ഈ ടെസ്റ്റ് വഴി കൂടി മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കഴിവതും നമ്മൾ എലിപ്പനിയിൽ നിന്ന് വിമുക്തി നേടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മുറിവുകളിൽ കൂടി ഒരു കാരണവശാലും അണുബാധ ഉണ്ടാകാനുള്ള അനുവദിച്ചുകൂടാ. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് വലിയ അപകടമുണ്ടാകും. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ രോഗം ഉണ്ടാകാതെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചാൽ നന്ദി, നമസ്കാരം.